ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവത്സര ദിനം ആശംസിക്കുകയാണ് അല്ലേ അമ്മ? അപ്പോൾ ഇന്ന് 2026 ജനുവരി 1 അല്ലേ, നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു വ്ളോഗാണിത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മികച്ചൊരു തുടക്കം ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം പിന്നെ എന്താണ് നല്ല നാളുകളാവട്ടെ ഈ വർഷം മുഴുവനും. അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് നടക്കാതെ അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാതെ 2026 മാറ്റി വെച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിപ്പോൾ പിന്നെ വീട് വെക്കാനായാലും അല്ലെങ്കിൽ വണ്ടി എടുക്കാനായാലും അല്ലെങ്കിൽ പുതിയ എന്താണ് സന്താനങ്ങൾ ജീവിതത്തിലോട്ട് വരാനായാലും അങ്ങനെ ഒരുപാട് പുതിയ മാറ്റങ്ങൾ ഓരോരുത്തരുടെ ലൈഫിലും മേ ബി ചിലപ്പോൾ ഈ വർഷം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഹലാലായിട്ട് റാഹത്തായിട്ട് നടക്കട്ടെ എന്ന് കൂടി പറയാണ് കേട്ടോ. അപ്പോൾ വീട് വയ്ക്കാനൊക്കെ പിന്നെന്താണ് പണി തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ എത്രയെങ്കിലും വർഷമായിട്ട് വീട് പണി നടക്കുന്നവരുണ്ടാവും. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇതെനിക്ക് ക്യാരിങ് ആയിട്ട് ഈ വർഷം പ്രസവിക്കാനുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാവും, പുതിയ ജീവിതങ്ങളാണ്, പുതിയ ദാമ്പത്യങ്ങളിലേക്ക് പിന്നെ ചേരുന്നവരുണ്ടാവും, വണ്ടി എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ വർഷം നടക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമുക്കും അതേപോലെ തന്നെ ആവട്ടെ, നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം അല്ലെങ്കിൽ കാര്യമൊന്നുമല്ല, നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മ? അതെ, അപ്പോൾ DNC ചെയ്യണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചക്കറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ ക്ലിപ്പുകൾ ഷൂട്ടുകളൊന്നും എടുത്തിട്ടൊന്നുമില്ല. കാര്യം ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്താണ് സംഭവം അറിയാത്തവർ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക, അത് മനസ്സിലാവും. അപ്പോൾ DNC ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയതിൽ ECG എടുത്തു. രണ്ടാമത് ഞങ്ങൾ പോയപ്പോൾ ചെസ്റ്റിന്റെ എക്സ്റേ കൂടി എടുത്തു അല്ലേ ചക്കരെ? അതായത് ECGയും ചെസ്റ്റിന്റെ എക്സ്റേ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലാബ് റിസൾട്ട് കുറച്ചുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ റിസൾട്ടുകളെല്ലാം ഞങ്ങൾ ഹീമോഗ്ലോബിൻ അതേപോലെ തന്നെ അനീമിയ എന്തൊക്കെ ചെക്ക് ചെയ്തല്ലേ, HB അങ്ങനെ കുറെ സംഭവങ്ങൾ, വലിയ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്തു. അപ്പോൾ ഈ ചെക്ക് ചെയ്ത റിസൾട്ട് ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ അനസ്തേഷ്യ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ഇവളുടെ BP ചെക്ക് ചെയ്തു. BP ചെക്ക് ചെയ്തതിൽ എന്താണ് ഹാർട്ട് ബീറ്റ്, ഭയങ്കര ഹാർട്ട് ബീറ്റ്, അതായത് 130 130 വരെയൊക്കെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ ചോദിച്ചു എന്താ ഇത്ര ഹാർട്ട് ബീറ്റ് കൂടാൻ കാര്യം? അപ്പോൾ അവള് പറഞ്ഞു ഇത് ഇന്നലെ അറിഞ്ഞപ്പോൾ മുതലേ ഇതിന്റെ പേടിയുണ്ട് മനസ്സിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിയുണ്ടെന്നല്ല, പേടിച്ചാൽ ഇത്ര ഒരിക്കലും വരില്ല, ഏകദേശം ഒരു 90 100 ആ ലെവലൊക്കെ തന്നെ പേടിച്ചാൽ കൂടി നമുക്ക് ഹാർട്ട് ബീറ്റ് വരികയുള്ളൂ, ടെൻഷനായി കൂടി വരികയുള്ളൂ, അല്ലാതെ ഇത്രയും വരില്ല എന്ന് പറഞ്ഞു. അതില് പിന്നെ ഡോക്ടർ ചോദിച്ചു പനി ഉണ്ടോന്ന് ചോദിച്ചു ചക്കരനോട് അല്ലേ. പനി ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ ചക്കര പറഞ്ഞു പനിയായിട്ടൊന്നും ഇല്ല അറിഞ്ഞാലും ഡോക്ടർ എന്നിട്ടും തെർമോമീറ്റർ ഉണ്ട്, പനിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പനി 90, ചൂട് 98 അത് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ECG എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ECG എടുത്തു. അപ്പോൾ ECG കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ചെറുതായിട്ടൊരു കൂടുതലുണ്ട്, അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് നമുക്ക് 2-ാം തീയതിയിലത്തേക്ക് തന്നെ DNC ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഗൈനക്കിന്റെ വാർഡിൽ പോയി ഗൈനക്കിന്റെ സിസ്റ്ററോട് കൊണ്ട് കാണിച്ചു. സിസ്റ്റർ ഡോക്ടറെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നാളെ രാവിലെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. 6 മണിക്ക് ചെല്ലണം അല്ലേ? 6 എന്താ ചക്കര ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചക്കരക്ക് ടെൻഷൻ എന്താ അറിയോ, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താവും എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ അതിന് പ്രശ്നമുണ്ടോ വേദന ഉണ്ടോ അങ്ങനെയൊന്നുമല്ല, കഴിഞ്ഞിട്ട്. അതെ, ഇന്നലെ ഞാൻ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. എന്താന്ന് പറയട്ടെ, നമുക്കറിയാത്തൊരു കാര്യമാണ് ഞാൻ ഇന്നലെ ഈ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ DNC എന്നൊരു സംഭവം. അപ്പോൾ അത് എങ്ങനെയാവും അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ രീതികൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കമന്റ് ചെയ്തതിന് പുറമെ എത്ര ആൾക്കാർ ഇന്നലെ എന്നെ വിളിച്ചെന്നറിയോ? ഇന്നലെ കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല, അപ്പൊ ഞാൻ പുറത്തായിരുന്നു, ചക്കനോട് പറഞ്ഞാൽ മതി, പിന്നെ എന്താണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നും പേടിക്കാനൊന്നും ഒന്നുമില്ല, ഞങ്ങൾ ചെയ്ത ആൾക്കാരാണ്. ഉണ്ട്, ഞങ്ങൾ വിചാരിച്ചു സംഭവം ചുരുക്കം പേർക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇന്നലെ കമന്റ് ഇട്ടേല് ഒരു 100-ൽ 90% ആൾക്കാർക്കും ഈ ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോയ ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ചില ആൾക്കാരെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറൊരു ഡോക്ടറെ കൂടി ഒന്ന് കാണിച്ചു നോക്കിക്കൂടി. ഞങ്ങൾ ഓൾറെഡി വേറെ ഡോക്ടറെ വിളിച്ച് അന്വേഷിച്ചു കേട്ടോ. ഈ സ്കാനിങ് റിപ്പോർട്ട് ഇട്ട് കൊടുത്ത ഡോക്ടറും ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഹോമിയോയിൽ കാണിച്ചാൽ മതി, മരുന്ന് കഴിച്ചാൽ മാറുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ മതിച്ചെങ്കിൽ ചിലപ്പോൾ 2 ഡോക്ടർമാരും അത് ചെയ്യണമെന്ന് പറയില്ല, പറ്റൂല. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു 20 mm ഒരു പോളിപ്പ് വരണുണ്ട് അല്ലേ? ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് മരുന്ന് കഴിച്ചാൽ മാറണമെന്നുണ്ടെങ്കിൽ
ഡോക്ടർ ചിലപ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ഉണ്ടാവും, അല്ലാതെ ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡ് ബിസിനസ് ആയിട്ട് ഉണ്ടാക്കണതും ഉണ്ടാവും. പക്ഷേ നമ്മൾ അതുകൊണ്ടാണ് വേറെ ഡോക്ടറെ അടുത്ത് കൂടി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല, അത് എന്തായാലും ചെയ്ത് നല്ലത് തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമന്റ്സിലൂടെ കുറെ ആൾക്കാർ നമ്മളോട് പറഞ്ഞു എന്ത് പേടിക്കാനൊന്നുമില്ല, 10-15 മിനിറ്റത്തെ പരിപാടി, ആ ഒരു പ്രൊസീജിയർ തന്നെ ഉള്ളൂ. അങ്ങനെ കുറെ ആൾക്കാർ അനസ്തേഷ്യ തന്നിട്ടാണ്, അതുകൊണ്ട് വേദനയോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. റിലാക്സ് ചക്കരി, റിലാക്സ്. രാവിലെ പോകുന്നു, വൈകുന്നേരം കഴിയുന്നു, വരുന്നു. വൈകുന്നേരം തന്നെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് അതെ, നമുക്ക് ഇവിടെ നിന്ന് കഷ്ടി 1 കിലോമീറ്റർ തന്നെയുള്ളൂ കേട്ടോ ഹോസ്പിറ്റലിൽ പോവാന്. ഇവിടെ നിന്ന് നമ്മള് കുറച്ച് മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട്, അപ്പൊ നമുക്ക് എളുപ്പത്തില്ല. കുട്ടിൻ്റെ അതിലോ അവിടെ എന്തൊക്കെയോ വർത്താനം പറയണോ, അതൊക്കെ നമുക്ക് ചെയ്യാം. അതായത് തള്ളമലൊട്ടിയാണ് ഇരിക്കണത്, തള്ളമലൊട്ടിയാണ്. ഉമ്മാനെ ചക്കരനെ കണ്ടില്ലെങ്കില് വർത്താനം പറയാ. എങ്ങനെയാണ് മക്കളെ അങ്ങോട്ട് നോക്കിയാണ്. അതാ നോക്കാം. എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അതെ അവിടെയാണ്. അതെ അതൊക്കെ മക്കളുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ സമയം പോണ അറിയാനില്ല കേട്ടോ. അത് മക്കളുടെ ഈ ഒരു പ്രായത്തിൽ നിന്ന് മൈക്കിലാണ് നോക്കണം. എൻ്റെ മൈക്കോണോ? മൈക്ക് സമയമാവട്ടെ, ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രായമൊക്കെ നമ്മളിങ്ങനെ വളർച്ചകളെ ആസ്വദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് അറിയാതെ നമ്മളെന്താണ് മിങ്കിളായിട്ട് സമയം പോണ നമുക്കറിയില്ല. കടിക്കരുത്. ഈ പല്ല് വരാനുള്ള തരിപ്പാണ്. ആ തരിപ്പില് നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവള് കടിക്കും. അപ്പോൾ പല്ല് വരാനുള്ള തരിപ്പാണ് എന്റെ കുട്ടി കേസ്. അപ്പോൾ എന്നാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളെ. അപ്പോൾ കമന്റ്സുകളിൽ തന്നെ പറഞ്ഞു കേട്ടില്ലേ പേടിക്കണ്ടെന്ന്. ഞാൻ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞു. നെഞ്ചിടിപ്പ് അധികാണ്, അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ പേടിയുണ്ട്, പേടിച്ചിട്ടാണ് അതിപ്പോ മാറുന്നൊക്കെ പറഞ്ഞു ഡോക്ടറിന്. പേടി ഉണ്ടെങ്കിലും ഇത്ര വരില്ല, നമുക്കൊരു ECG എടുക്കാം. അപ്പൊ എന്റെ മനസ്സില് പറ്റാപ്പോയി, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എന്താണ്, കുറെ ആൾക്കാർ പറഞ്ഞിട്ട് ചക്കരന്റെ ഉമ്മാന്റെ അടുത്തേക്ക് കൊണ്ടാക്കി കൂടെ എന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് ഈ 300 കിലോമീറ്റർ യാത്ര ചെയ്ത് കൊണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ പറയണതെന്ന്. അടുത്താണെങ്കിൽ കുഴപ്പമില്ല, ചക്കന്റെ ഉമ്മക്ക് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ചക്കനക്ക് അങ്ങോട്ട് പോകാം, കുഴപ്പമില്ല. അവര് നോക്കണത് അതിപ്പോ പിന്നെ ഇവിടെ വന്നാൽ അവിടെ വന്നാൽ റെസ്റ്റ് തന്നെയാണ്. റെസ്റ്റ് മീൻസ് എന്താണ്, നല്ലപോലെ ഭക്ഷണം കഴിക്കുക, പിന്നെ വ്യായാമങ്ങൾ ചെയ്യുക, കിടക്കുക, അതൊക്കെ തന്നെയാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അത് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും അത്രേ ഉള്ളൂ ചെയ്യുക. ഒന്നുമില്ല ഇവിടെ പിന്നെ അതിനുള്ള കാര്യമായിട്ടുള്ള പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ റെസ്റ്റ് എവിടെയായാലും അതിന്റെ രീതിക്ക് എടുത്താൽ മതി. അത് അവിടെ തന്നെ പോകണമെന്ന് നിർബന്ധം കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്നാലും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാൻ പാടില്ല, അത്ര പറയാനുള്ളൂ. എന്തേ ഇപ്പൊ എന്നൊക്കെ പറയും എൻ്റെ ഉമ്മിയില്ലേ. അതെ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രാത്രി ഒരു 10-11 ആ ഒരു ടൈമിന് ശേഷം ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പാടും. മറ്റന്നാൾ കേട്ടോ നമ്മുടെ DNC ചെയ്യണതിന്റെ അന്നത്തെ കാര്യം പറയണത്. രാവിലെ എഴുന്നേറ്റിട്ടും ഒന്നും കഴിക്കാൻ പാടില്ല, ഒന്നും കഴിക്കാനോ വെള്ളം കുടിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരവിടെ ചെല്ലുമ്പോ നമുക്ക് എന്തോ ഗുളിക എന്തോ മരുന്ന് തരുന്ന പറഞ്ഞത്. പക്ഷേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നാളെ രാവിലെ അവിടെ എത്തുമ്പോൾ എന്തോ ഗുളികോ മരുന്നോ നമുക്ക് കഴിക്കാൻ തരുന്നതാണ് പറഞ്ഞത്. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അതിന് ഡോക്ടർ ഫീൽഡിൽ അവർക്ക് തന്നെ അറിയുള്ളൂ സംഭവം എന്താണ്. അപ്പൊ എന്തായാലും അവര് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം. അപ്പൊ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വെള്ളമൊന്നും കുടിക്കണ്ട. വെള്ളമൊക്കെ അതിന് മുന്നേ കുടിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചോ. ഒട്ടകം ഇങ്ങനെ മുതുകത്ത് സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അതേപോലെ ചക്കര സ്റ്റോർ ചെയ്ത് വെച്ചോ. വെള്ളമൊന്നും അപ്പൊ അല്ല വെള്ളം അതല്ല, പിന്നാണ്ട് അത്ര ദാഹിച്ച് വെള്ളം കുടിക്കാൻ മുട്ടിയാല് പിടിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. വെള്ളം കുടിക്കണ്ടേ പിന്നെ മനുഷ്യന്, അതിന് കുഴപ്പമൊന്നുമില്ല. ആരം കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ആവും. അപ്പോ അത് അങ്ങനെ ശ്രദ്ധിക്കാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ദുആ ചെയ്യാ മക്കളെ, അത്രേ പറയുള്ളൂ. ആർക്കും ഇതൊന്നും വരാതിരിക്കട്ടെ. എല്ലാവരും അതന്നെ, എല്ലാവരെയും ആപത്തുനിന്നൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലേ. ആമീൻ പറയും. എവിടെ 2 കൈ കാട്ട്, ഇങ്ങനെ ആമീൻ പറയണം നമ്മള്. ഇനി ഇരുന്നിട്ട് ആമീൻ ആമീൻ ആമീൻ. മേമ വരാന്ന് പറഞ്ഞില്ലേ, മേമ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടീനെയൊക്കെ മാറി നോക്കാലോ. ആൾക്കാരുണ്ടെങ്കിൽ മേമായി ഉണ്ടാവും. പിന്നെ കുട്ടികളില്ലേ, കുട്ടികളുണ്ട്, അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കരയരുത് കേട്ടോ, നാളെ കരയാൻ പാടില്ല.
ഇരുന്നാലും അവള് അങ്ങനെ ഇരിക്കും കുറച്ചു നേരം ഗൈസ്. പക്ഷെ കരഞ്ഞ് തുടങ്ങിയുണ്ടല്ലോ, ചക്കരയുടെ അടുത്ത് പോയില്ലെങ്കിൽ ഒരു കളി നടക്കൂല. ഇപ്പൊ ആൾക്കറിയാം, ആൾക്ക് വളർന്നോണ്ടിരിക്കല്ലേ, തിരിച്ചറിവ് വന്നോണ്ടിരിക്കല്ലേ, അപ്പൊ അതനുസരിച്ചിട്ടല്ലേ അവള് ചെയ്യുള്ളൂ. എന്താണ് ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങി എഴുന്നേറ്റ് ക്ഷീണം. കൺട്രോൾ ചെയ്തോളി. അതൊക്കെ നമ്മള് നോക്കിക്കോളാം. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വഴി അലേനെ ലിഫ്റ്റ് ഇവിടുന്ന് ലിഫ്റ്റ് കയറ്റി ക്രാഫ്റ്റിന്ന് ലിഫ്റ്റ് കയറ്റമാര് ലിഫ്റ്റിൽ ഇറങ്ങ. ഓട്ടപ്പരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചാൽ നമ്മളെ കയ്യിൽ അങ്ങ് നിൽക്കൂല, ഓടും. പക്ഷെ ഇതിപ്പോ അതിനുള്ളതായിട്ടില്ലല്ലോ, അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. ഞാൻ പൊടിയും കുടിക്കണില്ല. അതെ, മധുരത്തിന്റെ പ്രശ്നമായിരിക്കും. ഇപ്പൊ കുറുക്കിൽ ഇത്തിരി കൂടെ മധുരം ഇട്ടല്ലേ നമ്മള് കൊടുക്കാതെ. മധുരം അത്ര ഇല്ലല്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ അത് കുടിക്കാത്തത്. ഇപ്പൊ നാൻപ്രോയ്ക്ക് ആള് കുറച്ച് പിന്നാക്കാണ്. അല്ലാതെ മറ്റേത് കുടിക്കണ്ടല്ലോ, റാഗി മറ്റേ കുന്നങ്കായ പൊടിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആള് പിന്നെ അത് കഴിക്കാനുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല കുട്ടിക്ക്. ഞാൻ പൊടിയിലെ നമുക്ക് വാങ്ങാം, ഞാൻ അങ്ങനെ ഞാൻ പൊടി വാങ്ങാം. സ്റ്റേജ് 2 6 മാസത്തിന് ശേഷം അത് സ്റ്റേജ് 2 ആണല്ലോ വാങ്ങാനുള്ളത്. അത് ഞാൻ അന്ന് വരുമ്പോ വാങ്ങിക്കൊണ്ടുവരാം. അതിന് എപ്പോഴെങ്കിലും നമുക്ക് ബൈ ചാൻസ് നമുക്ക് എപ്പോഴെങ്കിലും അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാലോ. ഞാൻ അതൊന്ന് ഇരുത്തിട്ട് കുടിക്കണില്ലെങ്കിൽ ചെരിച്ച് ചേർത്തിട്ട് കൊടുത്താൽ മതി, അപ്പൊ കുടിക്കോ. അതൊന്നും നീ പേടിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ നോക്കും. മേമയൊക്കെ എത്ര കുട്ടികളെ നോക്കിയ ആളാണെന്ന് അറിയോ? കുട്ടികളെ നോക്കണേല് കുട്ടികളെ നോക്കണേല് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ആര്? കുഞ്ഞുമ്മന്റെ അനിയത്തി മേമ. എന്നെ നോക്കിയിട്ടായാലും റമിയെ നോക്കിയിട്ടായാലും മേമയുടെ 3 മക്കളെ നോക്കിയിട്ടായാലും എല്ലാ കുട്ടികളെയും നോക്കണേല് പെർഫെക്റ്റ് ആണ്. അതിനൊക്കെ ആള് പെർഫെക്റ്റ് ആണ്. എങ്ങനെ നോക്കണം, എങ്ങനെ ഇടപഴകണം എന്നൊക്കെ അറിയാൻ കേട്ടോ. അപ്പൊ അതിനൊക്കെ മേമ മേമ നമുക്കൊക്കെ കഴിവാണത്, മക്കളെ പരിചരിക്കുന്നത്. അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. പക്ഷെ അവനാന്റെ മക്കളെ കഴിയിരിക്കാൻ പറ്റുമോ എനിക്ക്? ഓക്കെ, അപ്പൊ മേമ അതൊക്കെ നോക്കിക്കോളൂ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ നീ അതൊന്നും ആലോചിക്കണ്ട, അതൊന്നും നീ ആലോചിക്കോ, ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. നീ നേരെ ഇതായിട്ട് അത് പോയിട്ട് ചെയ്തിട്ട് വന്നാൽ മതി. നമുക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സംഭവങ്ങളുടെ രീതികളൊന്നും അറിയണ്ടായിരുന്നില്ല. മനസ്സിലായി, അത് പറഞ്ഞിട്ട് പ്രസവത്തിന്റെ ഇതേമാതിരി തന്നെയായിരുന്നു. അതിപ്പോ ആദ്യത്തെ പ്രസവമല്ലേ, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ അതിനെപ്പറ്റി ഒന്ന് എന്താണ് ബോധവാനായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലാവുള്ളൂ. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത്. പേടിക്കാനൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഉമ്മാക്കോ ഉമ്മനോട് പറയൂ, പേടിക്കാനൊന്നും ഇല്ല. ഉമ്മനോട് പറയാ സമാധാനമായിട്ടിരിക്കാന്. അതാ 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 അവിടെ ഇരിക്കണ ആരൊക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു വിശേഷം, ഈ ഒരു കാര്യം നിങ്ങളോട്ട് പറയാൻ വന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എന്തായാലും നാളെ രാവിലെ നമ്മൾ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ എന്തായാലും അതിന്റെ കാര്യങ്ങളൊക്കെ വരും, വീഡിയോസിൽ വരും, ഇതിലൊക്കെ ഞാൻ പറയാൻ അറിയിക്കാം. അതവിടെ ഒക്കെ എല്ലാവർക്കും ടാറ്റ കൊടുക്കും. അപ്പൊ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് അല്ല കേട്ടോ, ബിലേറ്റഡ് നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ടാറ്റ ടാറ്റ ടാറ്റ, ബൈ 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 ബൈ, അസ്സലാമു അലൈക്കും.